സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ എൻട്രി എടുക്കുന്നത് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള മൈക്ക് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പൈസ ഉള്ളപ്പോൾ ഞാൻ മൈക്കൊക്കെ വാങ്ങിക്കോളാം. അപ്പോൾ ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ ഇതുവരെ ട്രെയിൻ ചെയ്ത ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ 3 പാർട്ടായിട്ട് നമ്മൾ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മുകളിലൊരു ഐക്കൺ കാണും. അപ്പോൾ അത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ അതിനെ ചുറ്റിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുന്ന ഈ പ്രാവാണ്. അപ്പോൾ നമ്മളെ മറ്റേ പ്രാവ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇന്നലെ പറത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീരെ പറക്കുന്നില്ല, അത് ഒലമ പോയിരിക്കുക. അപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതിനെയാണ് ഇനി പറത്തുന്നത് ഡ്രൈവർ പ്രാവായിട്ട്. ഇനി ഇതിനെ നമുക്ക് ഹവായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളെ ഈ കുഞ്ഞനാണ് നമ്മൾ പറത്താൻ പോകുന്നത്. അപ്പോൾ ഇനിയാണ് 3 ആഴ്ച ട്രെയിനൊക്കെ ചെയ്ത് അപ്പോൾ ഇന്ന് നമ്മൾ ചുറ്റിക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു പ്രാവാണ്, നല്ല കണ്ണൊക്കെയാണ് വന്നത്, വെള്ളയിലാണ് വന്നത്, വെള്ളയും ബ്ലാക്കും. ഇനി നമുക്ക് ഇതിനൊന്ന് ഹവായിക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളെ പറവക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഹവായിക്കൂട്ടിലിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, ആകാശമൊക്കെ നീല നിറത്തിലുണ്ട്. അപ്പോൾ പ്രാവിനെ വിട്ടാൽ ക്യാമറയിൽ കുടുങ്ങും. പിന്നെ വെച്ചാൽ ഇവനെ നമ്മൾ വിളിച്ചു വരുത്തിയാണ് നമ്മളെ പറവ കുഞ്ഞനൊക്കെ പറത്തിക്കാൻ വേണ്ടി. അപ്പോൾ അവനും ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി വെള്ളം കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പറത്തിക്കുക. അപ്പോൾ വെള്ളം കൊടുത്ത പാടൊന്നും പറത്തിക്കില്ല. അപ്പോൾ നമുക്ക് ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ പറത്തിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പറക്കുന്നുണ്ട് 2 പേരും. അപ്പോൾ ഇപ്പോൾ താന്നാണ് പറക്കുന്നത്. അപ്പോൾ ഡ്രൈവർ പ്രാവ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈവർ പ്രാവ് നല്ല ഹൈറ്റ് കയറുന്ന പ്രാവാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഹൈറ്റ് കയറുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റ് കയറിയുണ്ട്. അപ്പോൾ രണ്ടാരും തുണ പിടിച്ചിട്ട് തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ ചെതറിയൊന്നും പറക്കുന്നില്ല. അപ്പോൾ ചില പ്രാവുകൾ ഫസ്റ്റ് ടൈം കുഞ്ഞുങ്ങൾ പേടിച്ചു പോകും. അപ്പോൾ കൂട്ടത്തോടൊന്നും പറക്കൂല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രാവ് പറക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ എയിമായിക്കോളൂ. ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിലാണ് ഇപ്പോൾ എങ്കിൽ പ്രാവ് നല്ലോണം കൂട്ടത്തോടെ തന്നെ പറക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുഞ്ഞിനെ പറത്തിയപ്പോൾ വേറെ തന്നെയാണ് കുഞ്ഞുങ്ങൾ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് ഹൈറ്റ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് പിന്നെ ഉഷാറായതുകൊണ്ട് കുഞ്ഞും അതിൻ്റെ അനുസരിച്ച് പറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡ്രൈവർ പ്രാവിനെ നല്ലോണം സെറ്റ് ചെയ്യാൻ നോക്കുക. നല്ല ഹൈറ്റ് കയറുന്നതും കൂടുതൽ നമ്മൾ കളത്തിൽ തന്നെ പറക്കുന്ന പ്രാവിനെ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലോങ് അടിക്കുന്ന പ്രാവിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞന്മാരെ ഇട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാക്കി വരും.
ആ കുഞ്ഞ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വിഷമമായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഡ്രൈവർ പ്രാവ് പോയിട്ട് കുഞ്ഞിനെ എവിടെയും കൊണ്ടിട്ട് വന്നാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡ്രൈവർ പ്രാവിനെ നമ്മളെ കളത്തിൽ നിന്ന് തന്നെ പറക്കുന്ന പ്രാവിനെ സെറ്റ് ചെയ്യാൻ നിൽക്കുക. ഇപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ നല്ല ടോപ്പ് കയറി പറക്കുന്നുണ്ട്. ക്യാമറ എത്ര സൂം ചെയ്തിട്ടും അങ്ങ് ക്ലിയറായി കിട്ടുന്നില്ല. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന 10x തന്നെയാണ്. എന്നിട്ട് പ്രാവിനെ ചെറുതായിട്ടോ കാണുന്നുള്ളൂ. അപ്പോൾ നല്ല ടോപ്പ് കയറിയുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കണ്ടാൽ അധികം മനസ്സിലാവില്ല ഹൈറ്റൊന്നും. ഇതിപ്പോൾ ഞാൻ മാക്സിമം സൂം ചെയ്താണ്. ഫോണിന് ഇത്രയും സൂം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്കൊന്ന് എവിടെ എത്തിയെന്നൊന്ന് കാണിച്ചു തരാം ഞാൻ ബാക്കോട്ട് വെച്ചിട്ട്. അപ്പോൾ ഗൈസ് കണ്ടോ ക്യാമറ ബാക്കോട്ട് പോകുന്നതനുസരിച്ച് പ്രാവിനെ കാണുന്നില്ല. കണ്ടോ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ലോഡാണ് ഫോണിൻ്റെ. അപ്പോൾ ഗൈസ് കണ്ടോ പ്രാവിൻ്റെ ചെറുതായിട്ട് കാണുന്ന. അപ്പോൾ ഗൈസ് കണ്ടോ പ്രാവിനെ ചെറുതായിട്ട് മാഞ്ഞു പോകുന്ന പ്രാവൊക്കെ. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് പ്രാവ്. ഫോണിന് താങ്ങുന്നില്ല പ്രാവിനെ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ മാക്സിമം നമ്മൾ നോർമൽ സ്ക്രീനിൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് സൂം ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണണ്ടേ പ്രാവിനെ. അപ്പോൾ നിങ്ങൾ നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞ് നല്ലോണം ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് നല്ലോണം ഹൈറ്റ് കയറുന്ന പ്രാവായതുകൊണ്ട് കുഞ്ഞനും അതിൻ്റെ അനുസരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു ബോറടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇവരെ അപ്ഡേറ്റ് പറയാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് വീണ്ടും വീണ്ടും ഹൈറ്റ് കയറി തന്നെയാണ്. താന്ന് വരുന്നില്ല. അപ്പം എപ്പോഴാണ് ഒന്ന് താന്ന് വരിക അപ്പം നമ്മുടെ വെട്ടുപ്രാവിനെ കാണിച്ചിട്ട് പ്രാവിനെ ഇറക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചുറ്റിക്കുന്ന ടൈമിന് നമ്മൾ ഇറക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഈ വീഡിയോയിൽ പ്രാവിൻ്റെ പറത്തുന്ന വീഡിയോ എല്ലാവരും പറയുന്നതാണ് കുഞ്ഞുങ്ങളെ ചുറ്റിക്കുമ്പോൾ പെട്ടെന്ന് ഇറക്കാനാണ് നോക്കേണ്ടത്. അതൊക്കെ പറയുന്നത് ശരിയാണ്. നമ്മൾ പറത്താൻ നിൽക്കല് നമ്മൾ ഇറക്കി ശീലിപ്പിച്ചാലോ നമുക്ക് കറക്റ്റ് ഒരു പറവ കിട്ടും. എന്നാലും ലാൻഡിങ് ഒക്കെ സെറ്റാവും. അതുകൊണ്ട് നിങ്ങൾ പ്രാവ് എപ്പോഴാണ് താന്ന് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വെട്ടുപ്രാവിനെ കാണിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ പ്രാവ് താന്ന് വന്നില്ല. ഇപ്പോഴും നല്ല ടോപ്പിൽ തന്നെ ഫോമിലാണ് പറക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം അല്ലേ പറവകളെ തുറന്നിടാതെ നിൽക്കുക പുറമേ കൂടെ അങ്ങനെ. അപ്പോൾ അങ്ങനെ പുറമേ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് തെണ്ടി പഠിച്ചിട്ടുണ്ട്. ചില പ്രാവ് പറക്കൂല. അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രാവ് അങ്ങനെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ പറവകളെ മാക്സിമം നമ്മൾ പറത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നാൻ കൊടുത്തിട്ട് കൂട്ടിൽ തന്നെ ആക്കണം. അപ്പോൾ പുറമെ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പറവൻ്റെ മൈൻഡ് പിന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ പറവ ഇപ്പോൾ പറന്ന് വന്ന് അവായിക്കൂട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ തിന്നാൻ കൊടുക്കുക. കുറച്ച് വെള്ളമോ സിറിഞ്ചിലൊക്കെ അടിച്ച് കൊടുത്താൽ പിന്നെ കൂട്ടിൽ കയറ്റുക. പിന്നെ പിറ്റേന്ന് പറക്കുമ്പോൾ മാത്രം പ്രാവിനെ പുറത്തിറക്കിയാൽ മതി. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ പുറമെ നിൽക്കുന്ന പ്രാവുകളൊന്നും അധികം പറക്കൂല. എല്ലാ പ്രാവും പറക്കൂല എന്നല്ല, ചില പ്രാവൊന്നും പറക്കൂല. മൈൻഡ് പോവും പറക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പോൾ ഇപ്പോഴും നല്ല പ്രാവ് നല്ലോണം ഹൈറ്റ് പറക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയറായി കാണാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് താന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലിയറിൽ നിങ്ങൾക്ക് കാണുന്ന പ്രാവിനെ. അപ്പോൾ ഇനി ഇവരെപ്പോഴാണ് താവുന്നത് അപ്പോൾ ഞാൻ വെട്ടുപ്രാവിനെ കാണിച്ചിട്ട് ഇറക്കും. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവുകളൊക്കെ താന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ കണ്ടാൽ തന്നെ മനസ്സിലാവും തെങ്ങിൻ്റെ കുറച്ച് മുകളോട്ടാണ് പറക്കുന്ന പ്രാവ്. അപ്പോൾ മാക്സിമം താന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് വെട്ടുപ്രാവിനെ കാണിച്ചിട്ട് ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ വെട്ടുംപ്രാവിൻ്റെ ചിറകൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറപ്പിക്കുന്ന പ്രാവ്. അപ്പോൾ ഇതിൻ്റെ ചിറകൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടുപ്രാവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുണനെ നമ്മൾ ചിറക് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വെട്ടുപ്രാവിനെ ചിറകൊക്കെ വെട്ടി ഒരു സെറ്റ് ചെയ്യാൻ നിൽക്കുക വെട്ടുപ്രാവിനെ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പറത്തിച്ച് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇറക്കാം. അപ്പോൾ ഇവര് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പ്രാവിനാണ് നമ്മൾ ചിറക് വെട്ടിയത്. അപ്പോൾ
നമ്മളെ പ്രാവുകളൊക്കെ അത്യാവശ്യം നല്ല താന്നു വന്നിട്ടുണ്ട്. നമ്മളെ വെട്ടുപ്രാവിനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് താഴോട്ട് നോക്കി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മളെ ഡ്രൈവർ പ്രാവ് മുകളോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ പ്രാവ് നല്ല പറക്കുന്ന പ്രാവായതുകൊണ്ട് അതിന് ക്ഷീണം വന്നില്ല. ഇനിയും പറക്കണമെന്നാണ്. അപ്പോൾ കുഞ്ഞനിപ്പോൾ താഴോട്ട് തന്നെ നോക്കുന്നുണ്ട്. കുഞ്ഞൻ ചിറകൊക്കെ ഇങ്ങനെ വിടർത്തുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് വീണ്ടും വീണ്ടും ഹൈറ്റ് കയറുകയാണ്. നമ്മൾ എത്ര വെട്ടുപ്രാവിനെ കാണിച്ചിട്ടോ പ്രാവ് അങ്ങ് ഇറങ്ങി തരുന്നില്ല. വീണ്ടും വീണ്ടും ഡ്രൈവർ പ്രാവ് കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ് മുകളോട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ സമയത്ത് തന്നെ വെട്ടുപ്രാവിനെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇറക്കാൻ നിൽക്കണം. ഇനി കുറേ നേരം പറത്തിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ കുഞ്ഞിനെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം വെട്ടുപ്രാവിനൊക്കെ കാണിച്ചിട്ട് ഒന്ന് ഇറക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡിങ്ങിനായിട്ട് എല്ലാവരും രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ താന്നിട്ട് ഇറങ്ങാനൊരു എയിം കിട്ടുന്നില്ല പ്രാവിന്. അപ്പോൾ എവിടെ ചവിട്ടുന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ കുഞ്ഞനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓടുമലാണ് ഇരുന്നത്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് ഇപ്പോഴും നല്ല ഫോമിൽ തന്നെ പറക്കുന്നുണ്ട്. അത് ലാൻഡിങ് ഒക്കെ ചെയ്യുന്നതാണ് പെട്ടെന്ന്. അപ്പോൾ കൂടുതൽ നേരം പറക്കുന്ന പ്രാവല്ലേ. അപ്പോൾ ഇനിയും പറക്കാനുള്ള ഇത് തന്നെയാണ്. അപ്പോൾ ഇറങ്ങി തരുന്നില്ല. അപ്പോൾ കുഞ്ഞ് കതച്ചത് കൊണ്ട് ഇറങ്ങി. പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രൈവർ പ്രാവിനെ ഇറക്കാൻ നോക്കണം വെട്ടുപ്രാവിനെ കാണിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒറ്റക്ക് തന്നെ അടിച്ച് പറക്കാൻ നിൽക്കുകയാണ്. നമ്മളെ ഡ്രൈവർ പ്രാവ് നല്ല ഫോമിലാണ് ഇപ്പോഴും. അപ്പോൾ ഗൈസ് നമ്മളെ ഡ്രൈവർ പ്രാവ് ഇറങ്ങി തരുന്നില്ല. ഇപ്പോഴും നല്ല ഫോമിൽ തന്നെ താന്നിട്ട് തന്നെയാണ് പറക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ പ്രാവ് നല്ല ഫോമിലാണ് ഇപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് ഇറങ്ങാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെട്ടുപ്രാവിനൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മളിവിടെ പറന്ന് എക്സ്പീരിയൻസ് ഉള്ള പ്രാവായതുകൊണ്ട് പിന്നെ കൂടുതൽ പേടിക്കാനില്ല. പറന്ന് കുറേ ഇറങ്ങിയ പ്രാവാണ്. അപ്പോൾ കുഞ്ഞന്മാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറക്കുന്നത് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും വെട്ടുപ്രാവിനൊക്കെ കാണിച്ച് മാക്സിമം ഇറക്കാൻ ശ്രമിക്കുക. കുഞ്ഞൻ മാത്രം പറക്കുകയാണെങ്കിൽ. അപ്പോൾ ഡ്രൈവർ പ്രാവായതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ റിസ്ക് എടുത്തിട്ട് പ്രാവിനെ വെട്ടുപ്രാവിനും ക്ഷീണിക്കുമല്ലോ കുറേ നേരം അങ്ങനെ ചിറകടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവിനെ ഇപ്പോൾ വായ്ക്കോടിൻ്റെ മുകളോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് ഇറങ്ങാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം താന്നുണ്ട്. അത് ഇറങ്ങാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അപ്പോൾ മാക്സിമം അത് താന്നിട്ടാണ് പറക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ലോങ്ങൊക്കെ പോകുന്നുണ്ട് പ്രാവ്. നല്ല ലോങ്ങൊക്കെ പോയിട്ടാണ് ഇപ്പോൾ താന്ന് വരുന്നത്. ഇപ്പോൾ ഗൈസ് നല്ലോണം പൊന്തി. എന്താണെന്നറിയില്ല, ഡ്രൈവർ പ്രാവ് ഒന്നും ഇറങ്ങി തരുന്നില്ല. വീണ്ടും അങ്ങ് പറക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ചെക്കനില്ലേ നല്ല ആവേശത്തിലാണ് പ്രാവിനെ ഇറക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പ്രാവ് ഇറങ്ങി തരുന്നില്ല. വെറുതെ ആ വെട്ടുപ്രാവിനെ ക്ഷീണിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിട്ടതാണ്. അതെന്തായാലും വരുമെന്ന് അറിയാം അതിൻ്റെ സമയത്ത്. എന്നാലും ഓന് ശ്രമിച്ചുകൊണ്ട് നിൽക്കട്ടെ. എന്തായാലും ഞാൻ ഇറങ്ങുമ്പോഴുള്ള ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഫൈനലി നമ്മളെ ഡ്രൈവർ പ്രാവ് ഇറങ്ങി തന്ന്. അപ്പോൾ കുറച്ച് നേരമായി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 20 മിനിറ്റ് പോലെ അത് പറന്ന് നമ്മളെ കുഞ്ഞൻ ഇറങ്ങിയിട്ടു. അപ്പോൾ കുഞ്ഞനൊരു 10 മിനിറ്റ് പോലെ പറന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് 10 മിനിറ്റും കൂടി കൂടുതൽ പറന്ന്.
അപ്പോൾ ഒരു 23 മിനിറ്റ് പറന്ന്. അപ്പോൾ ഇനിയും പറക്കൂ. അത് നമ്മൾ ഇറക്കിയത് കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇവർക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കൂട്ടിലാക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ പുറമെ കൂടെ ഇങ്ങനെ തെണ്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വായിക്കൂട്ടിലേക്ക് നമ്മൾ തീറ്റയും വെച്ചൊക്കെ വെള്ളം വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളെ പറവക്കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ തീറ്റവും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുറമെ കൂടെ ഇങ്ങനെ കാണുന്ന പ്രാവൊക്കെ വെട്ടുപ്രാവാണ്. അത് നമ്മൾ അവസാനമായിട്ടാണ് നമ്മൾ തീറ്റ കൊടുക്കൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറവക്കുഞ്ഞിനൊക്കെ നല്ല ഫുഡ് കഴിച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് നമ്മൾ കൂട്ടിലേക്കാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.